ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള അനുമോൾ, തൊട്ടേനും പിടിച്ചേനും ഒക്കെ കരയുന്ന അനുമോൾ, ഇത്രയും വൃത്തിക്ക് ലാലേട്ടനെ കിട്ടിയിട്ട് ഒരു കണ്ണീര് പോലും അനുമോളുടെ കണ്ണിന് വന്നിട്ടില്ല. ഡസ് ദാറ്റ് ഷോ അനുമോൾ അത്രയും സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുന്ന എല്ലാ ദിവസത്തെ കരച്ചിൽ വെറും ഒരു ഡ്രാമയായിരുന്നു? അനുമോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതപ്പിൻ്റെ അടിയിൽ കണ്ടു എന്നുള്ള കാര്യം റോങ് ആണെന്ന് പ്രൂവ് ആയി കഴിഞ്ഞാൽ ഷീ വിൽ വാക്ക് ഔട്ട് ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റോങ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ റിയലി വിഷ് ദാറ്റ് ലാലേട്ടൻ ആ ഒരു പോയിന്റ് കൂടെ അനുമോളോട് ചോദിക്കണമായിരുന്നു, ഇനി വാക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ മാത്രമല്ല ഗിസേൽ അനുമോളോട് പറഞ്ഞു, ഗിസേൽ ലാലേട്ടനോട് പറഞ്ഞു, അനുമോൾ പറഞ്ഞു ദേവൻ തമ്പുരാൻ പോലും താഴത്ത് വന്നതിന് അനുമോൾ സോറി പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ റിയലി വിഷ് പേഴ്സണലി ദാറ്റ് അനുമോൾ സെഡ് എ സോറി ടു ബോത്ത് ഗിസേൽ ആൻഡ് ആര്യൻ. കാരണം അത്രയും ഒരു വൃത്തികെട്ട രീതിയിലാണ് ഇവർ രണ്ടുപേരും നാട്ടിച്ചത്. അപ്പോൾ അവിടെയും അനുമോൾ സേവായി. അനുമോൾ സോറി പറയണമായിരുന്നു, എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. പിന്നെ മാത്രമല്ല അനുമോളിന് മാത്രം ഒരു എക്സ്ക്ലൂസീവ് പണിഷ്മെൻറ്റും കൂടെ കൊടുക്കണം എന്നാണ് വി ഫീൽ. കാരണം ഇപ്പോൾ എല്ലാവരുടെയും തുണികൾ കഴുകുന്നതും ഇങ്ങോട്ടും അങ്ങോട്ടും കൊടുക്കുന്നത് അത് എല്ലാവർക്കും കിട്ടിയ ഒരു കോമൺ പണിഷ്മെൻറ്റാണ്. ദാറ്റ്സ് മോർ ലൈക്ക് എ ടാസ്ക്. അനുമോളിന് ഒരു സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ് ഇത്രയും കാലത്തെ ഡ്രാമയ്ക്ക്, എസ്പെഷ്യലി ഫോർ ദ എൻറ്റയർ ഡെമോൺസ്ട്രേഷനെ ആ ഒരു ചീപ്പ് ആക്ടിന് കൊടുക്കണം ഇസ് വാട്ട് ഐ പേഴ്സണലി ഫീൽ.